ഹലോ, ഇതൊരു സ്മോൾ ട്രിപ്പാണ് കോഴിക്കോട്ടത്തേക്ക്. സോ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് പാരഗണിൽ നിന്നാണ്. അങ്കമാലി സൈഡിലുള്ള പാരഗണിലാണ്. ഞങ്ങൾ കോഴിക്കോട്ടേക്ക് പോകുന്ന വഴിയാണ് ഇപ്പോൾ ഈ കാണുന്നത്. NH-66 ത്രൂ ആണ് ഞങ്ങൾ പോയത്. സോ റോഡൊക്കെ ഭയങ്കര നൈസായിരുന്നു, അധികം ട്രാഫിക്കൊന്നും ഉണ്ടായിരുന്നില്ല. വളരെ ഒരു കാം ആൻഡ് പീസ്ഫുൾ ഡ്രൈവിംഗ് ആയിരുന്നു അങ്ങോട്ടത്തേക്കുള്ളത്. കോഴിക്കോട്ട് നമ്മൾ മെയിനായിട്ട് പോകുന്നത് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി തന്നെയാണ്. കോഴിക്കോട് എന്ന് പറഞ്ഞാൽ തന്നെ ഇത് ഫുഡ് ക്യാപിറ്റൽ ഓഫ് കേരളയാണല്ലോ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഈ പറയുന്ന ഫുഡ് കഴിച്ചതൊന്നും ഈ വ്ളോഗിൽ ഇൻക്ലൂഡഡ് അല്ല. കാരണം ഫുഡ് വന്നപ്പോൾ തന്നെ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സമയത്ത് വീഡിയോ എടുക്കണം അല്ലെങ്കിൽ വ്ളോഗ് ചെയ്യണം എന്നുള്ള മൈൻഡ് സെറ്റൊന്നും ഉണ്ടായിരുന്നില്ല. മാക്സിമം ഫുഡ് എൻജോയ് ചെയ്യുക. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു സത്യം പറഞ്ഞാൽ നമ്മൾ ഓരോ ഫുഡ് കഴിക്കുമ്പോഴും. അങ്ങനെയാണ്. സോ ബിരിയാണി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ ഡിഫറെൻറ്റ് ഐറ്റംസൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. കൂന്തൽ നിറച്ചത്, അങ്ങനെ എല്ലാം. എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ആ പേരുകൾ പോലും കിട്ടുന്നില്ല. കാരണം നമ്മുടെ ഇവിടെ ഒന്നും അത്ര യൂഷ്വലായിട്ട് കേൾക്കാത്ത കുറേ ഐറ്റംസൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ നല്ല നല്ല ടേസ്റ്റായിരുന്നു. ഇതേവരെ ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴൊന്നും ഞങ്ങൾക്ക് പ്രത്യേകിച്ച് വയറ്റിന് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ നല്ലൊരു യമ്മി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഞങ്ങളപ്പോൾ ഫസ്റ്റ് കഴിക്കാൻ പോയത് ബിരിയാണി സ്പോട്ട് കണ്ടുപിടിച്ച് ഞങ്ങൾ പോയത് റഹ്മത്തിലേക്കാണ്. കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, റഹ്മത്ത് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അവിടെ. സോ ഫസ്റ്റ് ഫ്രണ്ട് തന്നെ സജസ്റ്റ് ചെയ്തു സത്യം പറഞ്ഞാൽ റഹ്മത്ത് തന്നെ നമുക്ക് ഫസ്റ്റ് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് റഹ്മത്തിലെ ബീഫ് ബിരിയാണിയാണ് ഞങ്ങൾ കഴിച്ചത്. നല്ല നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ള ബീഫൊക്കെ ഭയങ്കര നല്ല വെന്ത് നല്ല ഒരു ഭയങ്കര ഗുഡ് എക്സ്പീരിയൻസ് ആയിരുന്നു റഹ്മത്ത് ബിരിയാണി. അത്ര ഹെവി ഒന്നും അല്ല. കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങനെ ബിരിയാണി കഴിച്ചതിൻ്റെ വലിയൊരു ഇതൊന്നും ഒന്നും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ ഇത് റഹ്മത്തിന് പുറത്ത് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഉള്ളൊരു ഇതാണ്. ഇപ്പോൾ ഇത് കാണുന്നത് മിഠായിത്തെരുവാണ്. മിഠായിത്തെരുവിൽ പോയിട്ടും ഭയങ്കര റഷായിരുന്നു അവിടെ. ഇതിന് ഞങ്ങൾ കുറേ കോഴിക്കോടൻ ഹൽവയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കോഴിക്കോട് മൊത്തത്തിൽ ഇപ്പോൾ ഒരു ക്രിസ്മസും ന്യൂ ഇയറൊക്കെ എന്താ പറയുന്നത്, ന്യൂ ഇയറിന് വേണ്ടിയിട്ടൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറേ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പോയത് ബീച്ചിലേക്കാണ്, കോഴിക്കോട് ബീച്ചിലേക്ക്. അവിടെയും ഭയങ്കര റഷായിരുന്നു. പക്ഷേ അവിടെ വെച്ചാണ് നമ്മൾ കുറേ മാക്സിമം ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്ത് കഴിച്ചത്. നല്ല ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പൊതുവേ ബീച്ചൊക്കെ ഭയങ്കര നല്ല ഒരു എന്താ പറയുക, ബ്രീസി എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അധികം ഹൈ വേവ്സ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കടലിൻ്റെ അടുത്തൊക്കെ പോയി നിന്നാലും വലുതായിട്ട് നമുക്കൊരു എന്താ പറയുന്ന ഭയങ്കര ഹൈ വേവ്സ് ഒന്നും അല്ല. കുട്ടികളൊക്കെ തന്നെ കുറേ പേരൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. ബീച്ച് വാസ് എ വൈബ് ആക്ച്വലി. അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കോഴിക്കോട് മൊത്തത്തിൽ. സോ പിന്നെ ഞങ്ങൾ ഒരു 2 ഡേയുടെ പ്ലാനാണല്ലോ. പിന്നെ നെക്സ്റ്റ് ഞങ്ങൾ പോയത് പാരഗണിൽ നിന്നായിരുന്നു. അവിടെ ചെയ്തപ്പോഴും ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഒരു നല്ലൊരു ഡേ ആയിരുന്നു.